ഇന്ന് നമുക്ക് കണ്ണൂർക്കാരൻ നെയ്പ്പത്തിലും ബീഫും ആയാലോ. രാവിലെ തന്നെ എൻ്റെ ഗ്യാസ് തീർന്നുപോയി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അടുപ്പ് കത്തിച്ച് ഓലയെല്ലാം കത്തിച്ച് നല്ല അടുപ്പെല്ലാം കൂട്ടി അടിപൊളിയാക്കി. അങ്ങനെ ഞാൻ നെയ്പ്പത്തിൽ അതിൻ്റെ അകത്ത് ചുട്ടെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നല്ല മൊരിഞ്ഞ നെയ്പ്പത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾ അടുപ്പത്ത് നിന്ന് ആക്കുന്ന പോലെ ഗ്യാസും ഒന്നും ആവില്ല കേട്ടോ. അത് അടുപ്പ് കത്തിച്ച് നോക്കുമ്പോൾ വിവരം അറിയുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളി നെയ്പ്പത്തിൽ അടുപ്പത്തുനിന്ന് ചുട്ടെടുത്ത് അതിന് തക്കതായ നല്ല അടിപൊളി കറിയും ബീഫ് കറി. മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് തീരെ വെള്ളം കൂട്ടാണ്ട് വെറും അതിൻ്റെ മസാലയിൽ മാത്രം ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ കക്കം പോലത്തെ കറി. അപ്പോൾ നല്ല അടിപൊളി നെയ്പ്പത്തിലും ബീഫ് കറിയും ഇങ്ങനെ രാവിലെ തന്നെ അതൊന്ന് കൂട്ടിപ്പിടിച്ച് അതൊന്ന് തിന്ന് നോക്കാൻ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് നമുക്ക് കണ്ണൂർക്കാരൻ നെയ്പ്പത്തിലും ബീഫും ആയാലോ. രാവിലെ തന്നെ എൻ്റെ ഗ്യാസ് തീർന്നുപോയി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ അടുപ്പ് കത്തിച്ച് ഓലയെല്ലാം കത്തിച്ച് നല്ല അടുപ്പെല്ലാം കൂട്ടി അടിപൊളിയാക്കി. അങ്ങനെ ഞാൻ നെയ്പ്പത്തിൽ അതിൻ്റെ അകത്ത് ചുട്ടെടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നല്ല മൊരിഞ്ഞ നെയ്പ്പത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾ അടുപ്പത്ത് നിന്ന് ആക്കുന്ന പോലെ ഗ്യാസും ഒന്നും ആവില്ല കേട്ടോ. അത് അടുപ്പ് കത്തിച്ച് നോക്കുമ്പോൾ വിവരം അറിയുന്നു. അങ്ങനെ ഞാൻ നല്ല അടിപൊളി നെയ്പ്പത്തിൽ അടുപ്പത്തുനിന്ന് ചുട്ടെടുത്ത് അതിന് തക്കതായ നല്ല അടിപൊളി കറിയും ബീഫ് കറി. മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ബീഫ് തീരെ വെള്ളം കൂട്ടാണ്ട് വെറും അതിൻ്റെ മസാലയിൽ മാത്രം ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ കക്കം പോലത്തെ കറി. അപ്പോൾ നല്ല അടിപൊളി നെയ്പ്പത്തിലും ബീഫ് കറിയും ഇങ്ങനെ രാവിലെ തന്നെ അതൊന്ന് കൂട്ടിപ്പിടിച്ച് അതൊന്ന് തിന്ന് നോക്കാൻ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ.